അപ്പം നമ്മൾ പോകുമ്പോൾ വിചാരിക്കും നമ്മൾ തിരിച്ചു പോകുന്ന റോഡ് കറക്റ്റ് റോഡായിരിക്കും. കാര്യമായിട്ടും പക്ഷെ നമുക്കതേപോലെ തോന്നും. പക്ഷെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ഏതെങ്കിലും റോഡിൽ കൂടെ ആയിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് വന്ന കറക്റ്റ് അതേപോലുള്ള മരങ്ങളും പിന്നെ കുറേ ഇങ്ങനെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ എവിടെയാണ് എത്തിപ്പെടും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അല്ല എനിക്കല്ല കേട്ടാ, അല്ല എനിക്ക് മഴ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മലീഹ വരെ പോയത്. ഇവിടെ വന്നപ്പോ മഴ. വാട്ട് എ ഫണ്ടാസ്റ്റിക്. അങ്ങനെ നമ്മള് ഇവിടെയൊക്കെ നന്നായിട്ട് പെയ്തിട്ടുണ്ട് കേട്ടോ. മൗണ്ടൻസിന്റെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ അവിടെ. ഇപ്പണ്ട് കഴിഞ്ഞുള്ളൂ എവിടെയൊക്കെ വെള്ളം കിടക്കുന്നു. കുറച്ചുകൂടി ഫ്രണ്ടില് നല്ല മഴ പെയ്യുന്നുണ്ടപ്പോ. വെള്ളം ഇവിടുന്ന് ഒലിച്ചു വരുവാണോ? വെള്ളം ഒരുപാടുണ്ടോ അവിടെ നിന്ന് ഒലിച്ചു വരുമെന്ന് വെള്ളം. ഹലോ മഴക്കാറ് കാണുന്നുണ്ട് കേട്ടോ. വേറെ ഇലക്കാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ മലകൾക്കൊരു വേറെ ഭംഗിയുണ്ട്. പല കളറാണ് മലകൾക്ക്. ഷെയ്ഡ് ഇങ്ങനെ വന്നിങ്ങനെ പോകുന്നുണ്ട്. ഇത് ബ്രേക്കറാണ്. അവിടെ വരുന്ന ഫോട്ടോ എടുക്കാം. ഇതൊക്കെ വെള്ളമായിരിക്കും ഫുള്ള് മഴക്കാലത്തിട്ടാ. വലിയ ഇന്നത്തെ മഴയുടെ വെള്ളം നിങ്ങളുടെ എത്തില്ല. ഇതൊക്കെ എന്ന് പറയണെങ്കിൽ എത്ര സമയം എടുക്കുന്ന അറിയാം. കൊണ്ട് സ്ക്രാച്ച് മഴക്കാലത്ത് വന്നു കഴിഞ്ഞാലേ ഇവിടെ മൊത്തം പുല്ലായിരിക്കും. പച്ച കളറ് ഇങ്ങനെ ഹൈറ്റുള്ള പുല്ല് നല്ല ബ്യൂട്ടിഫുൾ. അതിനെ ചെറിയ ചെറിയ വെള്ള ഫ്ലവേഴ്സായിട്ട് മല മൊത്തം പുല്ലായിരിക്കും. നല്ല രസമായിരിക്കും. ഫുൾ ഗ്രീനറി ഇവിടെയൊക്കെ. എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോ ഇങ്ങനെയുണ്ട് ഓഫ് റോഡ്. ഇവിടെയൊക്കെ ഒരു മഴ പെയ്തുണ്ടല്ലോ, എന്തായിരിക്കും രസം. നൊസ്റ്റാൾജിയുടെ അപ്പനടിക്കും. പല സമയത്ത് വരുമ്പോഴും പല ഒരു എന്താ പറയുക ഭംഗിയാണ് ഈ സ്ഥലത്ത്. നമ്മള് ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് വരുമ്പോൾ ഒരു വേറെ കളറാണ് ഇവിടെ. ഇപ്പൊ ഒരു നീല കളറല്ലേ കംപ്ലീറ്റ്. മറ്റേതൊരു മഞ്ഞ ഇതൊക്കെ ആയിട്ടൊരു വേറെ
താഴേക്ക് ഇറങ്ങണ്ട, പേടിച്ചിരുന്നോ? ഇവിടെ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് പോകും മഴക്കാലത്ത്. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ചങ്ങ് വരും. അതൊക്കെ ഇങ്ങനെ നിക്കണല്ലോ ഗാഫാണ് അതിന്റെ മെയിൻ. എന്താ അതിന്റെ റൂട്ട്സിന്റെ അതാണ് ഭയങ്കര ഡീപ്പായിരിക്കും. എടാ ഈ മരം കണ്ടില്ലേ, ഇതൊക്കെ ഒരു 300 വർഷമൊക്കെ ഉണ്ടാവില്ലേ ഈ മരമൊക്കെ? എന്ത് നല്ല ഓൾഡാണ് ഈ മരം, കണ്ടാൽ തന്നെ അറിയാം. സ്കേറി ട്രീ. ഞാൻ എപ്പോഴും ഇവിടെ വന്നിരുന്ന് ക്യാമ്പ് ചെയ്യണം. നമ്മൾ രാത്രി വിശാലമായിട്ട് കിടന്നിറങ്ങണം. വണ്ടിയുടെ ഉള്ളില് പുറത്ത് കിടക്കണ്ട. അല്ല 2-3 ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നെ പുറത്ത് ക്യാമ്പ് ചെയ്തിരിക്കാം. ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ വണ്ടിയിൽ കിടന്നുറങ്ങും. കൂടെ ഇഷ്ടംപോലെ പ്രേതങ്ങളും ആത്മാക്കളും രക്തരക്ഷസുകളും ബ്രഹ്മരക്ഷസുകളും. എനിക്ക് പിന്നെ മറ്റേ കാന്താരയിലെ ബ്രഹ്മരക്ഷസനെ കണ്ടോടുകൂടി എൻ്റെ പേടിയെല്ലാം മാറി. അത് ഹൾക്കാണ്, ഹൾക്ക് രക്ഷസ്. ഇവിടെയാണ് നമ്മളെ ഡ്രോൺ പോയത്, ഈ ഏരിയയിൽ. ഇവിടെ അങ്ങനെ എന്നെ പോലത്തെ ഭ്രാന്തന്മാർ മാത്രമേ വഴി വരുള്ളൂ. ഞാൻ അതിന്റെ മുകളിൽ കയറിപ്പോയി. അവിടെ നല്ല കയറാൻ പറ്റും, പക്ഷെ അവിടെ വഴിയുണ്ട് ഉണ്ടാകും. വലിയ കുഴപ്പമൊന്നുമില്ല കയറാൻ, ഒന്ന് കതയ്ക്കുന്നുള്ളൂ. ആ വണ്ടിയല്ല, വണ്ടിയായിട്ടില്ല. ഇതുവരെ വെള്ളം ഉണ്ടാവും മഴക്കാലത്ത്. ഈ ഇതുണ്ടല്ലോ ഈ സ്ഥലം, ഇതുവരെ വെള്ളത്തിന്റെ ഹൈറ്റ് ഉണ്ടാവും. പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇവിടെ. ഞാൻ പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുവരെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഓടിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും. അല്ല, ഞാൻ വരുമ്പോഴൊക്കെ ഇവിടെ വെള്ളം ഉണ്ടായിട്ടുണ്ട്. അന്ന് മീനിനായിട്ട് വന്നപ്പോ ഈ ഭാഗത്തേക്ക് വന്നില്ല ഞാൻ. ജസ്റ്റ് ഇവിടെ വരെ ഒന്ന് ഡ്രോൺ പുറത്തിപ്പോയി. വഴിയുണ്ടോ? വഴിയുണ്ട് തോന്നൂല്ലേ? ഇതുണ്ട്. അല്ല, ഞാനാലോചിക്കുന്നേ ഒരു സമയത്ത് ഫുള്ള് വെള്ളം ഇതുണ്ട, ഈ ഇതിന്റെ ഇതുവരെ എഡ്ജ് വരെ ഉണ്ടാവും വെള്ളം. ഈ മരമൊക്കെ വെള്ളത്തിന്റെ ഉള്ളിലായിരിക്കും. അപ്പൊ അവിടെ ആ സാധനം കോരി വെച്ചിട്ടുണ്ടാ സ്കെയില്, ആ സ്കെയിലിന്റെ അതുവരെ വെള്ളം ഉണ്ടാവും. അപ്പൊ നമുക്കിത് കറക്റ്റ് ആയിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. എന്തോരം മീനുകളാന്ന് പറയുന്നുള്ളില്. അപ്പൊ മീനുകളൊക്കെ മുട്ടൊക്കെ അവിടെ ഒളിച്ചിരിക്കുന്നപ്പോ മഴ ഇല്ലാത്ത സമയത്ത്, വെള്ളമില്ലാത്ത സമയത്ത്. ഓട്ടോമാറ്റിക് ആയിട്ട് മീനുകൾ വരുന്ന അതുപോലെ കൊടുന്നിടുന്നതാണോ ഗവൺമെന്റ്? ആ അതുമായിരിക്കും അല്ലേ, ഒളിച്ചു വരുന്നതായിരിക്കാം. നല്ല വലിയ മീനുകളുണ്ടാവുന്നേ. മീന് മറ്റേ ഇത് താറാവേ, ആമ, തവളകളൊക്കെ എന്തോരെന്നറിയോ. പിന്നെ ഈ ഭാഗം മൊത്തം തുമ്പികളായിരിക്കും, തുമ്പിയും പൂമ്പാറ്റയും. എന്ത് രസമല്ലേ അങ്ങോട്ട് നോക്കുമ്പോ. ഇതൊക്കെയാണ് നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ പറമ്പ് ഓടിക്കാൻ പറ്റണോ?
ഇവിടെ പറമ്പ് പിടിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ? വിറ്റ് 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 പോവല്ലേ. ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആ. കുറച്ച് ഫ്രണ്ടിലേക്ക് വേറെ ഫാമ് നാട്ടിടയന്മാർ താമസിക്കും. നല്ല രസമുള്ള സ്ഥലം. തണുപ്പാലത്ത് വന്നു കഴിഞ്ഞാൽ ശരിക്കും ആഫ്രിക്ക വന്ന പോലെ ആയിരിക്കും ഇവിടെ. ഈ വഴി ഉണ്ടല്ലോ, ഇതിന്റെ രണ്ട് സൈഡിലും പുല്ലിങ്ങനെ വലിയ ഹൈറ്റിൽ വളർന്നു നിൽക്കും. ഈവൻ ഈ മിഡിൽ റോഡ് ഉണ്ടല്ലോ, ടയർ തൊട്ടാത്ത ഭാഗം, അവിടെയും പുല്ലായിരിക്കും. വണ്ടി കഴുകിയവരൊന്ന് പ്രാകും. അവരെന്ത് വണ്ടി കഴുകിട്ടാലും ഞാൻ കൊണ്ടുപോയി ഓഫ് റോഡ് അടിക്കും. അവിടെ ഒരു ലൈറ്റ് കാണുന്നുണ്ടല്ലോ. അതാ പറഞ്ഞു, ഒരു വീട് എന്തോ ഒരു ഫാമൊക്കെ ഉണ്ട് അവിടെ. ആ ഭാഗം നോക്കി എന്താല്ലേ സൺസെറ്റ്. സൺസെറ്റ് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. ഇവിടെ ശരിക്കും രാത്രി ഫുൾ മൂണിന് വരും. ആ ഫുൾ മൂണിന് കിടുമായിരിക്കും. സൂപ്പർ ആയിരിക്കും. 2 ദിവസം മുമ്പ് പറഞ്ഞാൽ മതിയാണ്. അതാ വരുന്നു ഫുൾ മൂൺ. അയ്യോ അയ്യോ. ऐसा भाई ठीक है, क्या आगे कुछ है? नहीं बस इधर आजबा है बस. हाँ बस चल, मैंने क्या आएगा. चलो सही. ആസബേ, ആസബ എന്ന് പറഞ്ഞാൽ മറ്റേത് ആടിനെ കൊടുത്തത്. ഓ. സീരിയൽ കില്ലറൊന്നും ആയിരിക്കില്ലല്ലോ. ഇതൊക്കെ വെള്ളം പോകുന്ന സ്ഥലം കേട്ടോ. നന്നായിട്ട് വെള്ളം കുത്തി ഒലിച്ചു പോകുന്നുണ്ട്. എത്ര കിലോ കല്ല് വേണം ഇവിടുന്ന്? ലോഡ് എടുക്കാം. രാത്രി ഓഫ് റോഡ് ചെയ്യുന്നത് വേറൊരു സുഖമല്ലേ. അധികം ലൈറ്റൊന്നും ഇല്ലാതെ. ഇപ്പം നമ്മൾ ഹെഡ് ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. ഈ നാച്ചുറൽ ലൈറ്റിലാണ് നാച്ചുറൽ ഓടിക്കുന്നത് നമ്മൾ. നാച്ചുറൽസ്. ഫുൾ മൂൺ ആയിരിക്കും നല്ല രസമായിരിക്കും അല്ലേ. നല്ല റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും പാറയിൽ നിന്ന്. ഇതോരോ ഫാമിലേക്കുള്ള വഴിയാണ്. അവിടെ കൊടുത്തിരിക്കാല്ലേ. അവിടെ ലൈറ്റ് കാണുന്നുണ്ടല്ലേ. ചെറിയ ലൈറ്റും കാണുന്നുണ്ട്. എന്താണ് ഉള്ളത്? പേടിയുണ്ടോ? സെമിത്തേരി എങ്ങനെയാണോ? സെമിത്തേരി വൈബുണ്ടല്ലോ ഇവിടെ. നീലി വരും. നമ്മളെ നീലി ഉണക്ക നീലി ആയിരുന്നിട്ട് ഇംഗ്ലീഷിലൊക്കെ നല്ല അടിപൊളി വാമ്പേഴ്സ് വന്ന് പോയ സമയത്താണ് നമുക്ക് പേടിയില്ലാണ്ട്. അല്ല, എനിക്കിനി വാമ്പേഴ്സിനെ സോംബീസിനൊന്നും കണ്ടു കഴിഞ്ഞാൽ എനിക്കിനി പേടി ഉണ്ടാവില്ല. അത് കുറെ കണ്ട് തയമ്പിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ വേറെ വല്ല പുതിയ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ, ഒരിക്കലും കാണാത്ത വല്ല സാധനത്തിലൊക്കെ കണ്ടു.
രസമല്ലായിരുന്നു. രാത്രി ഫൺ ഡ്രൈവ്. എങ്ങനെയുണ്ട് രാത്രി ഫൺ ഡ്രൈവ്? കുഴപ്പമില്ല. ഓ, കുറച്ചുകൂടി ഉള്ളിപ്പോയിരുന്നു അല്ലേ? ഇനി ഉള്ളില്ല. ആ. രാത്രി ഉം. മത്തൈനിയായിട്ട് വരണോടെ എക്സ്പ്ലോർ ചെയ്യാം. അടുത്ത ഫുൾ മൂൺ നോക്കി അറിയിക്കാം. ഫുൾ മൂണ് ഇറങ്ങിയ വേറെ ഗോൾഫ് ഉണ്ടാവും. കണ്ട് കാണിച്ചല്ലേ. വേറെ ഗോൾഫ് പ്രശ്നം ഭയങ്കര ഫാസ്റ്റാ. വലിയ കല്ലൂറിനോട് കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പോകുമ്പോഴേ ഇവിടെ പോയി ജീനി അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ. ജീനി അല്ല, അതിന് പറയാ മറ്റേ ഇവര് ഇതില് പറയാ ജിന്ന് ജീനി അല്ല കേട്ടോ. അപ്പൊ നമ്മൾ പോകുമ്പോ വിചാരിക്കും നമ്മള് തിരിച്ചു പോകുന്ന റോഡ് കറക്റ്റ് റോഡായിരിക്കും കാര്യമായിട്ടും. പക്ഷെ നമുക്കതേപോലെ തോന്നും. പക്ഷെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വേറെ ഏതെങ്കിലും റോഡിൽ കൂടെ ആയിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മളത് വന്ന ആ കറക്റ്റ് അതേപോലുള്ള മരങ്ങളും പിന്നെ കുറേ ഇങ്ങനെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ എവിടെയാണ് എത്തിപ്പെടും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അല്ല എനിക്കല്ല കേട്ടാ, അല്ല എനിക്ക് എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ഡെസേർട്ടിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ച് മരുഭൂമി പോകുമ്പോൾ ഉള്ള പ്രശ്നം ഞാൻ പറഞ്ഞത്. നമ്മൾ വിചാരിക്കും നമ്മളിപ്പോ പോകുന്നത് കറക്റ്റ് ആ മാപ്പ് ഒക്കെ പിന്നെ മാപ്പൊന്നുമില്ല, അതൊക്കെ നോക്കി കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോകാൻ വിചാരിക്കും. പക്ഷെ ഇടയ്ക്കെത്തുമ്പോൾ മനസ്സിലാവും ആ ഡ്യൂൺ നമ്മൾ ഓൾറെഡി പാസ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മള് ആകെ ഒരു ഇങ്ങനെ റൗണ്ട് അടിക്കുന്ന പോലെ ആയിരിക്കും. മൗണ്ടൻസിലും അങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ നമ്മൾ പിന്നെ റോഡിന്റെ അടുത്തുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ GPS വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടൊന്നും പിന്നെ പ്രശ്നങ്ങളില്ല. പക്ഷെ ദുരൂഹമായ സാഹചര്യത്തിൽ ഫ്രണ്ടിൽ ആരെങ്കിലും വന്നൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ? ഇപ്പൊ നമുക്ക് റൈറ്റിലേക്കാണോ പോകേണ്ടത് ലെഫ്റ്റിലേക്കാണോ പോകേണ്ടത് എന്നാണ് കൺഫ്യൂഷൻ. പറഞ്ഞ നമ്മൾ ചിലപ്പോൾ തോന്നും നമ്മൾ വഴി നമുക്കറിയാമെന്ന്, പക്ഷെ ചിലപ്പോൾ പോയി വേറെ എവിടേക്കിലൊക്കെ ആയിരിക്കും എത്തുന്നത്. ഞാനിപ്പോൾ ഈ വഴി ഒരു 10-20 പ്രാവശ്യം വന്നു കൊണ്ട് ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ നമ്മൾ GPS കൊടുക്കുന്നുണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയി പോലെ. ഇപ്പൊ ഞാൻ ലൈറ്റ് നമ്മളെ എന്താ പറയാ ഫുൾ ലൈറ്റിലേക്ക് ഇട്ടിട്ടില്ല. ഫുൾ ലൈറ്റ് ഇടുമ്പോൾ എനിക്ക് ഫ്രണ്ടിൽ കാണാനും പറ്റില്ല. കണ്ട ഇപ്പൊ എനിക്ക് അവിടുത്തെ റോഡ് കറക്റ്റ് ആയിട്ട് കാണാം. ഇടുമ്പോ കണ്ടില്ല, എനിക്ക് ഈ ഭാഗം മാത്രമേ കറക്റ്റ് ക്ലിയർ ആവാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇടുമ്പോ വലിയ കുഴപ്പമില്ല. പോക്കണ്ടില്ലേ റജി ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ നോക്കി കേട്ടോ, സീറ്റിന്റെ ബാക്കില്. പറയാൻ പറ്റില്ലേ, ആരെയൊക്കെ ഒപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ ദൂഷിച്ച ശക്തികളൊക്കെ ഇറങ്ങിപ്പോന്ന് പറയും. എന്തോരം കല്ലുകളും. ഇവിടെ ശരിക്കും കെയർഫുൾ ആവേണ്ടത് ഈ ഭയങ്കര ഷാർപ്പായിട്ടുള്ള കല്ലുണ്ടാവല്ലോ,
അത് കയറി ടയർ പൊട്ടും. അതാണ് നമ്മൾ കെയർഫുള്ളാവേണ്ടതാണ്. മെല്ലനെ മെല്ലനെ എടുത്തുകൊണ്ട് പോകണം. ഈ വഴി ഉണ്ടല്ലേ, ഇങ്ങനെ ഒരു വഴിയുണ്ട് അവിടെ നിന്ന്, അങ്ങനെ നമുക്ക് കയറിപ്പോ. അത്ര ഹൈറ്റ് ഒന്നും ഇല്ലത് ഉണ്ടോ. ഇങ്ങനെ കുറച്ചുകൊണ്ട് ഭേദം അല്ലേ കാണാം. അത് വരുമ്പോൾ ഇവിടെ ഈ ഭാഗം ചെളിയായിരിക്കും കേട്ടോ കൂടുതലും. രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ കണ്ടല്ലോ. കറക്റ്റ് 20 മിനിറ്റ് എടുത്ത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി വരുമ്പോഴേക്കും. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽസ് വന്ന് കഴിക്കുന്ന സ്ഥലമാണത്. തിരക്ക് കണ്ടില്ല, എല്ലാം നോക്ക്. വണ്ടികളെ നമ്പർ പ്ലേറ്റ് ഒക്കെ നോക്കോട്ടെ, 2 നമ്പർ 1 നമ്പറൊക്കെ കാണാം. പക്ഷെ ഇതുവരെ ഫേവററ്റ് ഏരിയ ആണിത്. അത് ഈ ഭാഗത്തുള്ള കടകളിലായിരിക്കും ഏറ്റവും, ഈ നമ്മളിപ്പോ നിൽക്കുന്ന ഏരിയയിലുള്ള കടകളാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവും. ഇവിടുന്ന് ഓർഡർ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. മിക്കവാറും ഇവിടുന്ന് പോകേണ്ടി വരും. ഒരു 6 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. 6 മണി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കാം. പ്രത്യേകിച്ച് ഒന്ന് സൺഡേ അല്ലേ, ഒരു രക്ഷയിലാണ്. മഴയും പെയ്തുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ഉണ്ടാവും. പൊതുവെ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്, മഴ പെയ്തുണ്ട്. എന്തായാലും ഇവിടുത്തെ ഇവിടെ കിടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇവര് മീറ്റില് പ്രത്യേകിച്ചൊന്നുമില്ല, വെറും ഉപ്പ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഗ്രില്ല് ചെയ്യും. പക്ഷെ ഇവർക്ക് ആ ഇമ്മിയുടെ സോസ് ഉണ്ടല്ലോ, അതാണ് ഇതിന്റെ മെയിൻ. നല്ല മറ്റേ പുള്ളിയുടെ സോസ്, അതാണ് ഇവിടെ മെയിൻ. അത് പക്ഷെ അതിന്റെ മുകളിൽ പുരട്ടിയിട്ടുണ്ടാവില്ല, അത് സെപ്പറേറ്റാ തരിക. അതാണ് അവരെ മെയിൻ അട്രാക്ഷൻ. എല്ലാം ലാൻഡ് ക്രൂസറും പെട്രോളും റോൾസ് റോയ്സും റേഞ്ച് റോവറൊക്കെ തന്നെയായിരിക്കും. ചെറിയ സാധനങ്ങളൊന്നും കാണില്ല. കണ്ട ബെന്റിലേക്ക് എടുക്കുന്നുണ്ടല്ലോ അവിടെ.
കയറ്റി ഇരുത്താൻ പറ്റുകയാണെങ്കിൽ ഒരു വന്നിട്ട് ഓർഡർ കൊടുക്കും. പക്ഷെ എന്തായാലും ഗ്യാപ്പില്ലല്ലോ. നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം. ഇപ്പൊ ഇവര് ബിസി ആയതുകൊണ്ടേ ഒരു കാറിലേക്ക് വരൂല്ല. അവിടെ അറബികൾ വരെ സാധനം മേടിച്ചുകൊണ്ട് പോകണം അവിടെ നിന്ന് പോയിട്ട്. നമ്മളിനി ഇവിടെ ഇരുന്നിട്ട് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഒരു തെറി പറയും. അതിലെന്തല്ലത് ഇവിടുന്ന് പോകുന്നത്. അറബികൾക്കില്ലാത്ത ആഹാരം നിങ്ങൾക്കാണെന്ന് വിചാരിക്കും അവര്. എന്നാലും ഇതൊരു 1.5 സ്ഥലമാണ്. അത്രയും ഈ ഒരു അട്ടപ്പാടി ഏരിയല്ലേ, മരുഭൂമിയുടെ ഇടയിൽ. നേരത്തെ വരണം. അല്ല, പക്ഷെ അവര് 6 മണിക്കേ തുടങ്ങുള്ളൂ. 4 o'clock ഒന്നും തുറങ്ങില്ല. 6 മണിക്കാണ് ഇവിടെ അടുപ്പ് കൂട്ടുള്ളൂ. അവിടെ അടുപ്പ് കൂട്ടി വരുമ്പോഴേക്കും 6 മണി 6:30 ആവും. പക്ഷെ 6 മണി ആകുമ്പോഴേക്കും വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റെസ്റ്റോറന്റ് ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഫേമസ് ആണ്. വണ്ടികളൊന്ന് ഓക്കെ. അവിടെ ഇതാണ് ഇവിടുത്തെ തൃശ്ശൂർ റൗണ്ട്. ഷാർജയിലെ തൃശ്ശൂർ റൗണ്ടാണത്. ശരിക്കും ഇതിന്റെ ഒരു ഡ്രോൺ ഷോട്ടൊക്കെ കിട്ടിയാലേ ഇതിന്റെ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം തിരക്കുണ്ട് എന്നുള്ളത്. വേറെ ഇതിലൊന്നും തിരക്കുണ്ടാവില്ല. ഈ ഐസ്ക്രീം ഷോപ്പിലോ അതിലൊന്നും തിരക്കുണ്ടാവില്ല. ഈ ഒരു ഗ്രില്ലിന്റെ ആ ഐറ്റം ഇത് ലോക്കൽസിന്റെ ഷോപ്പാണ് ഇതൊക്കെ. പക്ഷെ നടത്തുന്ന മൊത്തം ബംഗാളികളും പാകിസ്ഥാനികളൊക്കെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ. പക്ഷെ ലോക്കൽസ് ആണ് ഓണേഴ്സ് ഒക്കെ. ഇവരുടെ ഈ യുഎയുടെ ട്രഡീഷണൽ ഫുഡും അങ്ങനത്തെ മെയിൻ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ എമറാത്തി കൾച്ചറിന്റെ ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ, ആ റൊട്ടി, അതുപോലെ കാവ, പിന്നെ ഒരു മറ്റേ ഒരു സ്വീറ്റ് ഉണ്ടാക്കില്ല, മറ്റേ ബോൾ പോലത്തെ സാധനം, അത്. രക്ഷപ്പെട്ടു. ഈ ഭാഗത്തൊന്നും അത്ര തിരക്കില്ലല്ലോ ഈ കടകളിലൊന്നും. ഇത് ഫുള്ള് കോഫിയാണ് ഈ ഭാഗത്തൊക്കെ കൂടുതൽ. ആ ഒരു ഭാഗത്തുള്ള ഗ്രില്ലിന്റെ കടകളുണ്ടല്ലോ, അതൊരു നമ്മളെ വന്ന് കയറിയ സ്ഥലമല്ലേ, ഒരു രക്ഷയില്ല. അവിടുത്തെ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന കടകളാണ് ആ ഒരു ലോക്കൽസ് തന്നെ പറയുന്നത്. ഇവിടുത്തെ ബുഫേ പോലെയൊക്കെ ഉണ്ടാക്കി നിരത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ, അത് ഞാൻ കേറിയിട്ടില്ല കേട്ടോ വേറെ. എന്തായാലും വണ്ടി മഴ നനഞ്ഞു എന്ന് പറയാം. വെള്ളം നനഞ്ഞു. അങ്ങനെ ഷാർജയിലെ തൃശ്ശൂർ റൗണ്ടിൽ നമ്മൾ ഇറങ്ങി. ഓക്കെ, അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറെ റെസ്റ്റോറൻറ്റ്സ് കാണുന്നുണ്ട്. ബൈത്തൽ ഷാഹി ഷായി, ഇത് ചായയുടെ പരിപാടി ആയിരിക്കില്ലേ. പക്ഷെ ഇവിടെ ഷവർമ ഒന്നും കൊടുത്തിട്ട് കണ്ടുണ്ടോ? ഷവർമ ഉണ്ടോ ഇവിടെ? ഇല്ലല്ലോ. കടിയാണ്, കടി കൂടുതൽ. ഇവർക്ക് കടിയാണ്, കടി. ചായയും പരിപാടിയൊന്നുമല്ല. ശരി, വണ്ടി അവിടെ നിൽക്കുന്നതിന് നീ എന്തിനാ ഇവിടെ സൂപ്പർ ഫോണടിക്കുന്നു? അയാളെ വിളിച്ചായിരിക്കും കടക്കാരനെ. കറക്കട്ടി ബൈത്തൽ ഷാഹി കഫ്റ്റീരിയ. എല്ലാവരും ചായയുടെ പരിപാടി അവിടെ അല്ലേ, കൂടുതലും ചായക്കാരാണ് അവര്. അവർക്ക് ഷവർമൊന്നും പിടിക്കില്ലെന്ന് തോന്നുന്നു. ജ്യൂസ് ഉണ്ട്.
ഓർമ്മ ഉണ്ടോ ചോദിക്കണോ? കാണുന്നുണ്ട് എവിടെയെങ്കിലും? ഇവിടെ നോക്കുമ്പോൾ കാണുന്നില്ല. കേക്കും 2 കഫേ ഉണ്ടല്ലേ, ഒന്ന് ഋദ്രാജും ഒന്ന് ബേത്തൽ ഷായി. ചായയാണ് മെയിനായിട്ട് പോകുന്നത് കണ്ടല്ലേ. ഒരു താലി മൊത്തം ചായ ആയിട്ടാണ് ഒരാള് അവിടെ കിടന്നത്. ഇവിടെ പണി നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വരാനുള്ളതായിരിക്കും ഇപ്പൊ. പക്ഷെ ഈ വീക്കെൻഡിലുള്ള ബിസിനസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അതുണ്ടാവുള്ളൂ. എല്ലാരും ചായ തന്നെ ഉണ്ടാ കൂട്ടാലോ. അങ്ങനെ മഴ പെയ്തു പോയി. ഇവിടെയൊക്കെ ചാറുന്നുണ്ട് കേട്ടാ. മഴ കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മള് മലീഹ വരെ പോയത്. ഇവിടെ വന്നപ്പോ മഴ. തിരിച്ചെത്തിയപ്പോ മഴ. വാട്ട് എ ഫണ്ടാസ്റ്റിക്. അങ്ങനെ നമ്മള് ഇവിടെയൊക്കെ നന്നായിട്ട് പെയ്തിട്ടുണ്ട് കേട്ടോ. ആഹാ, അപ്പൊ നല്ല മഴ. കുറച്ചു നേരം പെയ്യട്ടെ. പെയ്യട്ടെ. വഴി ഏതാന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അല്ല, റോഡിന്റെ ലൈന് ഏതാന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ മഴ കിട്ടി മക്കള്. Raining there, did you check? It's nicely raining here at Music Center. Nice, really nice. അങ്ങനെ ഇതാ നല്ല മഴ. 2025 വിന്റർ മാസത്തിലെ ആദ്യത്തെ മഴ എന്ന് പറയാം. ഒക്ടോബറിൽ നമുക്ക് വണ്ടി ഒന്ന് സൈഡാക്കി നിർത്തി മഴ ആസ്വദിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. മറ്റേ എന്താ പറയാ, ഹൈവേ ആയതുകൊണ്ടേ. എന്നാലും നമുക്ക് നിർത്തി വെക്കാല്ലേ. കുറച്ചേരി മഴയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോവാ. ചിലപ്പോ ഇനി കുറച്ച് കഴിഞ്ഞാൽ കിട്ടിയില്ല. മഴ ഉണ്ടാവില്ല. എല്ലാരും ഇത് നമ്മളെപ്പോലത്തെ ഒരു ബിലീഫായിരിക്കും. അതെ, പറഞ്ഞ പോലെ ഇവിടെ വലിയ മഴയൊന്നും ഇല്ല കേട്ടോ അല്ലേ. ചെറുതായിട്ട് ചാറുന്നുണ്ട് ഇവിടെ. പക്ഷെ നമ്മളെ തൊട്ട് സൈഡില് ബർഡിഫ് സിറ്റിസിന്റെ റോക്ക് സിനിമാസ് കാണാം. ദുബായ് ടു ഷാർജ ഹൈവേയിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ഒന്നും ഇല്ലല്ലോ, വീടിന്റെ അടുത്തൊന്നും മഴയില്ലെന്നാ പറയുന്നത്. മഴ പെയ്തു പോയോ? അല്ല, ചിലപ്പോ അവര് കണ്ടുപോലും കാണില്ല. ഇപ്പൊ എന്തായാലും നമുക്ക് പോകാം. ചിലപ്പോ അവിടെ ട്രാഫിക് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല അവിടെ. ഓക്കെ, നല്ല റെയിൻ ഉണ്ട് ചേട്ടാ. ഒന്ന് വഴിതായോ? അതിന്റെ ഇടയിൽ കൂടെ ഫ്ലൈറ്റ് പൊന്തുന്നു വേണ്ട. അടിപൊളി. എന്തായാലും പുറത്തിറങ്ങി നന്നായി. അല്ലെങ്കിൽ മഴ കാണാൻ പറ്റില്ലായിരുന്നു. അവിടെ പോയിട്ട്
മല്ലിക വരെ പോയിട്ട്, മല്ലിക അല്ല, അത് കഴിഞ്ഞ് വാദി മുനയിൽ പോയി ഞങ്ങള് ഓഫ് റോഡിങ് ചെയ്ത് തിരിച്ച് ഇതാ ഇവിടെ എത്തിയപ്പോഴാണ് മഴ ഒന്ന് പെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞു, ഇതാ ഉണങ്ങിയ റോഡ് പുറത്ത്. ഇവിടെ അങ്ങനെ ചാറുന്നുള്ളൂ, വലിയ മഴയല്ല. വീണ്ടും കനത്ത മഴ ഇവിടെ എത്തിയപ്പോൾ. ഇയാളാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് മാറുന്നുമില്ല. ഇത്രയും ചെറിയ ഷാർമ ആദ്യമായിട്ട് കാണാം. Oh, only 6 dirhams? Guys, this shawarma is only 6 dirhams. From